ഇന്ന് നമുക്ക് തമ്പലൈനിൽ കണ്ടതുപോലെ 4 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് എങ്ങനെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി അല്പം വലിയ ഒരു ഹീറ്റ് സിങ്ക് തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഹീറ്റ് സിങ്കിൽ ഐസി ഷോർട്ട് ആവാതിരിക്കാനായിട്ട് അതിൻ്റെ വാഷർ കൂടി നമ്മൾ ആഡ് ചെയ്ത് സ്ക്രൂ ഇട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. D718ൻ്റെ 4 ട്രാൻസിസ്റ്ററാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ കണക്ഷൻ കൊടുക്കുന്ന ലെഗ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ലെഗിനെ ABC എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അതിലേക്ക് നമുക്കിപ്പോൾ വേണ്ടത് 82 ഓംസ് വരുന്ന 2 റെസിസ്റ്ററാണ്. അത് നമുക്ക് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ C ലെഗും രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ A ലെഗും തമ്മിൽ ട്രാൻസിസ്റ്റർ സോൾഡർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ റെസിസ്റ്ററിൻ്റെ C ലെഗും നാലാമത്തെ റെസിസ്റ്ററിൻ്റെ A ലെഗും തമ്മിൽ റെസിസ്റ്റർ ഉപയോഗിച്ച് സോൾഡർ ചെയ്യേണ്ടതാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 100Kയുടെ 2 റെസിസ്റ്ററാണ്. ഇത് ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യത്തെ ലെഗും രണ്ടാമത്തെ ലെഗും തമ്മിൽ ചേർത്ത് സോൾഡർ ചെയ്യേണ്ടതാണ്. മറ്റൊന്ന് മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ ലെഗും രണ്ടാമത്തെ ലെഗും തമ്മിൽ സോൾഡർ ചെയ്ത് 100K റെസിസ്റ്റർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 47Kയുടെ അല്പം ലെഗിന് നീളം കൂടിയ 2 റെസിസ്റ്ററുകളാണ്. അത് നമ്മൾ ഒന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യത്തെ ലെഗും രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ C എന്ന് പറയുന്ന ലെഗും തമ്മിൽ ഷോർട്ട് ചെയ്ത് നമ്മൾ സോൾഡർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ 47Kയുടെ മറ്റൊരു റെസിസ്റ്റർ മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യത്തെ ലെഗും നാലാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ അവസാനത്തെ ലെഗും തമ്മിൽ കൂട്ടി സോൾഡർ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് നമുക്ക് 25 വാട്ട്സ് 2200 UFൻ്റെ 2 കപ്പാസിറ്ററാണ് ആവശ്യമായിട്ട് വരുന്നത്. അതിൻ്റെ പോസിറ്റീവ് ലെഗ് ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ലെഗുമായും നെഗറ്റീവ് ലെഗ് രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ അവസാനത്തെ ലെഗുമായും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ കപ്പാസിറ്ററും പിടിപ്പിക്കേണ്ടത്. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ചെയ്താൽ മതിയാകും. അടുത്തതായി ചെറിയൊരു വയറിൻ്റെ കഷ്ണം എടുത്ത് ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ലെഗുമായും സോൾഡർ ചെയ്യുക. വയറിൻ്റെ മറുവശം മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ നടുക്കത്തെ ലെഗുമായി സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതാണ്. അടുത്തതായി 63 വാട്ട്സ് 10 UFൻ്റെ ഒരു കപ്പാസിറ്റർ എടുത്ത് അതിൻ്റെ പോസിറ്റീവ് ലെഗ് ആദ്യത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ലെഗുമായി കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ 63 വോൾട്ട് 10 UFൻ്റെ മറ്റൊരു കപ്പാസിറ്റർ എടുത്ത് മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യത്തെ ലെഗുമായി കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് സൈഡ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് 47Kയുടെ ഒരു വോളിയം കൺട്രോളറാണ്. അതിൻ്റെ വലത് സൈഡ് നമ്മൾ 2 ലെഗ് ചേർത്ത് സോൾഡർ ചെയ്യുക. കാരണം സ്റ്റീരിയോ കൺട്രോളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ കണക്ഷനിലേക്ക് 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ള സോക്കറ്റുകളും അതുപോലെ തന്നെ സ്പീക്കർ വയറിൻ്റെ സോക്കറ്റുകളും നമ്മൾ ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 12 വോൾട്ടിൻ്റെ പോസിറ്റീവ് വയറാണ് ഈ കാണുന്ന ചുവപ്പ് വയർ നമ്മൾ സോൾഡർ ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ നടുക്കത്തെ ലെഗ് ആയിട്ടാണ് നമ്മൾ 12 വോൾട്ടിൻ്റെ പോസിറ്റീവ് ലെഗ് സോൾഡർ ചെയ്ത് എടുക്കുന്നത്. അതേ ലെഗ് തന്നെ അപ്പുറത്തെ സ്പീക്കർ ലെഗിൻ്റെ പോസിറ്റീവായിട്ട് നമ്മൾ ഷോർട്ട് ചെയ്ത് ചേർക്കേണ്ടതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 2 സ്പീക്കറിൻ്റെയും പോസിറ്റീവ് ലൈന്. ഇനി നാലാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്ററത്തെ ലെഗിൽ നിന്ന് ഒരു വയർ കണക്ട് ചെയ്ത് നമ്മളെ ആദ്യത്തെ സ്പീക്കറിൻ്റെ നെഗറ്റീവ് ലൈനായിട്ട് സോൾഡർ ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്പീക്കറിൻ്റെ നെഗറ്റീവ് ലൈനായിട്ടും കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ 2 സ്പീക്കറിൻ്റെയും കണക്ഷൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കണക്ടറിൽ നിന്ന് 2 സ്പീക്കറും കണക്ട് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് ആഡിയോ ഇൻപുട്ടാണ് കണക്ട് ചെയ്യാനായിട്ടുള്ളത്. അതിനുവേണ്ടി 3 വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സോൾഡർ ചെയ്തെടുത്ത 63 വോൾട്ട് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലീഡിലേക്ക് ആഡിയോ ഇൻപുട്ടിൻ്റെ വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ചാനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന 61 വോൾട്ടിൻ്റെ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലീഡിലേക്ക് ആഡിയോ റൈറ്റിൻ്റെ വയറും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ അവസാനത്തെ ലെഗിലേക്ക്, അതായത് ബ്ലാക്ക് വയർ നമ്മൾ നേരത്തെ സോൾഡർ ചെയ്ത ആ ലെഗിലേക്ക് നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ഗ്രൗണ്ട് ലൈന് നമ്മൾ സോൾഡർ ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വോളിയം കൺട്രോളിൻ്റെ കണക്ഷൻസിലേക്ക് കടക്കാം. ഇതിൽ നിന്നും വരുന്ന ഗ്രൗണ്ട് നേരത്തെ വോളിയം കൺട്രോളിൽ സോൾഡർ ചെയ്ത് വെച്ചാൽ 2 ലെഗ് ഷോർട്ട് ചെയ്ത് വെച്ചാൽ അതിലേക്ക് നമുക്ക് ഗ്രൗണ്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ വോളിയം കൺട്രോളിൻ്റെ ഇൻപുട്ട് സൈഡിലേക്ക് മറ്റ് 2 ലൈനുകളും നമ്മുടെ 63 വോൾട്ട് കപ്പാസിറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ലെഫ്റ്റ് റൈറ്റ് ലൈനുകൾ നമ്മുടെ വോളിയം കൺട്രോളിൻ്റെ ഇൻപുട്ട് സൈഡിലേക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്.
ഇനി നമുക്കൊരു ആക്സിന്റെ കണക്ടർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആക്സിന്റെ ഗ്രൗണ്ട് നമ്മൾ ഓളിംഗ് കൺട്രോളിന്റെ ഗ്രൗണ്ടിലേക്ക് തന്നെ സോൾഡർ ചെയ്ത് ചേർക്കേണ്ടതാണ്. ബോക്സിന്റെ ലെഫ്റ്റ് റൈറ്റ് വയറുകൾ ഓളിംഗ് കൺട്രോളിൽ ബാക്കി വരുന്ന ഭാഗത്ത് നമ്മൾ സോൾഡർ ചെയ്ത് ചേർക്കേണ്ടതാണ്. ഇനി നമുക്ക് സ്പീക്കറിന്റെ കണക്ഷൻസിലേക്ക് കടക്കാം. നിങ്ങൾ ഈ കാണുന്ന റെഡ് ആൻഡ് ഗ്രീൻ വയറാണ് ഒന്നാമത്തെ സ്പീക്കറിന്റെ ലൈന്. അതുപോലെ രണ്ടാമത്തെ സ്പീക്കറിന്റെ ലൈനും നമ്മുടെ രണ്ട് സ്പീക്കറിന്റെയും പോസിറ്റീവ് ലൈനുകൾ കൂട്ടിച്ചേർത്ത് നമ്മൾ കണക്ട് ചെയ്യുക. മറ്റത് നെഗറ്റീവ് വയറുകൾ കോമൺ ആയിട്ട് രണ്ട് സോക്കറ്റിലേക്കും കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ റെഡ് 12 വോൾട്ട് DC ലൈൻ കൂടി ഇതിൽ കണക്ട് ചെയ്താൽ നമ്മൾ ആംപ്ലിഫയർ വർക്ക് ആവാനായിട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.